വെൽക്കം ടു IQ ഫിസിക്സ് യൂട്യൂബ് ചാനൽ. പ്രിയ വിദ്യാർത്ഥികളെ, നമുക്കിന്ന് നമ്മുടെ ചാനലിൽ ഒരു ഗസ്റ്റിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് റിംസി മലപ്പുറം ആൽപൈൻ സ്കൂളിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. റിംസിയെക്കുറിച്ച് പറയുമ്പോൾ അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ്. കാരണം പല കുട്ടികളും എൻട്രൻസിന് വേണ്ടിയിട്ട് എൻട്രൻസിനായിട്ടൊരു എപ്പോൾ നമ്മൾ പറയുകയാണെങ്കിലും നിങ്ങൾ എൻട്രൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകൾ ചെയ്യണം, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യണം, ഒബ്ജക്റ്റീവ് ബുക്കുകൾ നിങ്ങൾ സോൾവ് ചെയ്യണം എന്നൊക്കെ പല കുട്ടികളോടും പറയുമ്പോൾ അവർ പറയുന്നത് ഇതിപ്പോൾ +2 അല്ലേ പഠിക്കുന്നത്, അപ്പോൾ +1 +2 കഴിഞ്ഞിട്ട് ഒരു വർഷം അതിനായി മാറ്റിവെക്കാമെന്നാണ്. എന്നാൽ അത്തരം കുട്ടികൾക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ റിംസിം എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ വിദ്യാർത്ഥിനി. കാരണം ആദ്യ ചാൻസിൽ തന്നെ മെഡിക്കൽ രംഗത്ത് പ്രവേശനം ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിയും സ്വപ്നം കാണുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആദ്യ ചാൻസിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാതെ തന്നെ അഡ്മിഷൻ കിട്ടിയ റിംസിയെ ഈ ചാനലിൻ്റെ വക പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം റിംസി നിങ്ങളോട് എയിംസിലെ അനുഭവങ്ങളും എങ്ങനെ കുട്ടികൾ എയിംസിൽ എത്തിപ്പെടാൻ അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി +1 +2 പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ റിംസി നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ റിംസി, എയിംസിൽ അഡ്മിഷൻ കിട്ടുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. അതും റിപ്പീറ്റിന് പോകാതെ തന്നെ എയിംസിൽ അഡ്മിഷൻ നേടിയ ഒരാളാണ് റിംസി. അപ്പോൾ +2വിൻ്റെ കൂടെ ഈ എൻട്രൻസ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ റിംസിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് പറയാമോ? +2ൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ കുറച്ച് +2ൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ചെയ്യുമ്പോൾ അത് നമുക്കത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. പിന്നെ അതിനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് വേണം. പിന്നെ എക്സ്ട്രാ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്നോ ഒരു ടൈം കൊടുക്കുക, എന്നിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുക. അതായത് കിട്ടിയ കുറേ പ്രോബ്ലംസ് ചെയ്യുക, പിന്നെ ഒരു ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും റിവൈസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ആ കോൺസെപ്റ്റും കിട്ടും, പിന്നെ ആ ക്വസ്റ്റ്യൻസിനോടുള്ള പരിചയം ഉണ്ടാവും. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വിട്ട് നിൽക്കുക. പിന്നെ സോഷ്യൽ മീഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേന് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്നിട്ട് നമ്മൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളൊരു എയിമിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മോട്ടിവേഷൻ വരും. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ വിട്ടും പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും കൂടുതൽ. റിംസി ആൽപൈൻ സ്കൂളിലാണല്ലോ പഠിച്ചത്. നാഗബാബു സാറ്, ഷിനാസ് സാറ്, റാഫി സാറ്, ഷൗക്കത്ത് സാറ്, അഷ്റഫ് സാറ്, ആതിര മിസ്, അർഷദ് സാറ് എന്നിവരടങ്ങിയ അധ്യാപക കൂട്ടായ്മ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ രീതി എയിംസ് എൻട്രൻസ് പ്രിപ്പറേഷൻ സമയത്ത് സ്ട്രാറ്റജി തീരുമാനിക്കുന്നതിൽ റിംസിയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ മലപ്പുറം ആൽപ്പൈനിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ സിസ്റ്റം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്താ പറയുക, സാധാ +2 ക്ലാസ് എടുക്കും. പിന്നെ അത് എൻട്രൻസ് ഓറിയൻറ്റഡ് പിന്നെ നമ്മൾ അതിന് കോൺസെപ്റ്റ്സ് പഠിപ്പിച്ച് തന്നിട്ട് പിന്നെ പ്രോബ്ലംസും ചെയ്യും. ഇതിപ്പോൾ ഒരു വീക്കിൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ സബ്ജക്റ്റീവ് എടുത്താൽ പിന്നത്തെ വീക്കിൽ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് എടുക്കും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് പഠിക്കാൻ നല്ല ടൈമുണ്ട്. പിന്നെ സബ്ജക്റ്റീവ് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ SLസും JLസും ഉണ്ടായി. നമുക്ക് JLs ആണ് നമുക്കവിടെ നമ്മൾ കൊടുക്കുന്ന പേപ്പറിൻ്റെ ആൻസർ ഷീറ്റൊക്കെ വാലുവേറ്റ് ചെയ്ത് നമ്മളെ തെറ്റും ഇതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മളെ സംശയം അപ്പം തന്നെ പോയി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഓലെ എക്സ്ട്രാ ടിപ്സും തരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. പിന്നെ നമുക്ക് സാധാ ക്ലാസ്സിൻ്റെ കൂടെ ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാലും നമ്മൾ ആ പഠിക്കുന്ന ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ ലാസ്റ്റൊക്കെ നമ്മളെ പോർഷൻസൊക്കെ തീരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേ ടെസ്റ്റുകൾ വരും. പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലും ആ ടെസ്റ്റൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ അതിലെ ക്വസ്റ്റ്യൻസൊക്കെ കൂടുതൽ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ടീച്ചേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ക്ലാസ് എടുത്ത് പോവുക അല്ലാതെ നമ്മൾ കുട്ടികളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടും അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടും പിന്നെ അവർക്ക് വേണ്ടിയ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുത്തും കുറേ ഹെൽപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ടീച്ചേഴ്സ് കുറേ സ്വാധീനിച്ചിന്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ നാഗബാബു സാറിനെ പറയണം. സാറ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടൊരു അറ്റൻഷൻ കൊടുത്തിരിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടത് എന്താണെന്ന് സാറിന് നല്ലത് അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് എക്സ്ട്രാ ഓൺലൈൻ ടെസ്റ്റും ഓഫ്ലൈൻ ടെസ്റ്റും ഒക്കെ നടത്തിയിട്ട് അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചാണ്.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരാവാൻ താല്പര്യമുള്ള അന്യന്മാർക്കും അനിയത്തിമാർക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അതായത് +1 നീറ്റും ജെയും ഒക്കെ +2 എന്നാണല്ലോ, അത് അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അപ്പോഴത്തേക്ക് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ആ +1 ടൈമാണ്. കാരണം ആ +1 ടൈമിൽ നമ്മൾ ഓരോ കുറേ പ്രോബ്ലംസ് ചെയ്യുന്ന ടൈം നമുക്ക് +2 കിട്ടൂല. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊരു പുസ്തകം തുടങ്ങി വെച്ചാൽ അതിലെല്ലാ പ്രോബ്ലംസും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നി വേറൊരു പുസ്തകത്തേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ MTG എന്ന് കൂട്ടിക്കോളൂ. നിങ്ങൾ അതിലെ പ്രോബ്ലംസ് പകുതി എത്തിയിട്ട് അത് എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് അടുത്ത ബുക്കിൽ പോയാൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പകുതിന് ശേഷമുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് കിട്ടൂല. ആ ഓരോ പ്രോബ്ലമിലും ഓരോ കോൺസെപ്റ്റ്സാണ് തരുന്നത്. അപ്പോൾ ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ബുക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ള കാര്യം, നമ്മളിപ്പോൾ +1 +2 എന്നുള്ള ടൈമിൽ ഓരോ ടൈം കിട്ടും. ആ ടൈമിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് അത് +2 അതായത് നീറ്റിന് കുറച്ച് മുന്നേ നമ്മളൊന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. ആ കോൺസെപ്റ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി റീകോൾ ചെയ്യാൻ കഴിയും. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ 1 ഇയർ വേസ്റ്റ് ആവും ചെയ്യും. അവിടെ കോമ്പറ്റീഷൻ കൂടുകയും ചെയ്യും. ജസ്റ്റ് മിസ്സിനുള്ള കുട്ടികളും അവിടെ വരികയാണ്. അപ്പോൾ പിന്നെ അവരോട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങാനും താന്നു പോകുന്നുള്ള പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. എൻ്റെ വിദ്യാർത്ഥിനി തന്നെ ചാനലിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുകയാണ്, അതും പുതിയ തലമുറക്ക് ഊർജ്ജം പകരാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. റിംസി, അവസാനമായിട്ട് നമ്മളിലെ ചാനൽ വീക്ഷിക്കുന്ന ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവസാനമായി എയിംസിലെ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കുക. റിംസിക്ക് തുടർ പഠനത്തിന് ഇപ്പോൾ 1 വർഷം എയിംസിൽ പൂർത്തിയാക്കിയല്ലോ, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എയിംസത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഡോക്ടറായ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വൈറ്റ് കോട്ട് ഇടുമ്പോഴും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്കിത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്ക് അവിടെ കിട്ടുക. പിന്നെ അവിടുത്തെ ഓരോ ടീച്ചേഴ്സും നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കും. അത് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് എയിംസ് തെലങ്കാനയിലാണ്, എയിംസ് ബിബിനഗർ. അപ്പോൾ അവിടെ നിന്നുള്ള ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ പ്രൊഫസേഴ്സും പ്രത്യേക അറ്റൻഷനാണ് തരുന്നത്. അപ്പോൾ 50 പിള്ളേരുണ്ടെങ്കിലും എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ടീച്ചേഴ്സിനെ അറിയാം. പിന്നെ അവിടുത്തെ പല സംസ്ഥാനത്തു നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കൾച്ചർ അറിയാനും അവിടുത്തെ കൾച്ചർ അറിയാനും അങ്ങനെ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തന്നെ, പിന്നെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ അവിടെ അത് കാരണം ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റവും പിന്നെ എയിംസിലെ സിസ്റ്റവും പിന്നെ നമ്മൾ അങ്ങനെ IIT എയിംസിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ട്. അതായത് ഒരു ഫ്രീഡം പറഞ്ഞാൽ നമ്മൾ ഇത്രയും +1 +2 എൻട്രൻസ് സ്ട്രെസ്സൊക്കെ എടുത്തിട്ട്, പക്ഷേ നമുക്കത് കുറച്ചും കൂടി കോളേജല്ലേ, അപ്പോൾ കുറച്ചും കൂടി എൻജോയ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കിട്ടുന്നുണ്ട്.